വേറൊരു പണി കിട്ടി. നമ്മൾ തിരിച്ചു വന്നപ്പോഴേക്ക് ഓഡിറ്റോറിയം പൂട്ടിപ്പോയി. നമ്മുടെ കൊഞ്ഞനം കുത്തി കാണിക്കുന്നത് പറഞ്ഞു. നല്ല കണി ആയതുകൊണ്ട് പറയാതിരിക്കാൻ പറ്റത്തില്ല. വട്ടത്തിലും നീളത്തിലും ചതുരത്തിലും മൂഞ്ചി പോകാൻ ചാൻസ് ഉണ്ട്. ചെറുക്കനെ പെണ്ണിനെ പറ്റി ഒരു അഭിപ്രായം പറഞ്ഞു. അടിപൊളി. ഹേ ഗൈസ്, ഇറ്റ്സ് മീ സിബിൻ. സിം വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മച്ചാമാർക്കും മച്ചാത്തികൾക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്ന് എൻഗേജ്മെന്റ് ആണ്. എൻ്റെ അല്ല, നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ വർക്കിന് പോവുകയാണ് നമ്മൾ. ഞാനും ഉണ്ട്, അനുണ്ട്. ഞങ്ങൾ രാവിലെ 7-8 മണിയായപ്പോൾ നമ്മൾ ഇറങ്ങി. കുണ്ടറയിലാണ് വർക്ക് വരുന്നത്. കുണ്ടറ എനിക്ക് അറിയാവുന്ന കുറച്ച് ചേട്ടന്മാരൊക്കെ ഉണ്ട്. രാവിലെ നമ്മളൊരു 7-8 മണിയായപ്പോൾ ഇറങ്ങി. 10-11:30 എങ്ങാണ്ടാണ് നമ്മൾ എൻഗേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അവർ ഓൾറെഡി പുറപ്പെട്ടുണ്ട്, ചെറുക്കൻ്റെ വീട്ടുകാർ. അന്നത്തെ കാര്യം എനിക്ക് നല്ല പനിയും ജലദോഷമാണ്. അതിൻ്റെ കൂട്ടത്തിൽ നല്ല കണി ആയതുകൊണ്ട് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ വട്ടത്തിലും നീളത്തിലും ചതുരത്തിലും മൂഞ്ചി പോകാൻ ചാൻസ് ഉണ്ട്. കാരണം നല്ല ക്വാളിറ്റി ഉള്ള കണിയാണ് ഞാൻ കണ്ടേക്കുന്നത്. അവർ രാവിലെ എഴുന്നേറ്റിട്ട് അവർക്ക് പണിക്ക് പോകണ്ട, ജോലിക്ക് പോകണ്ട, പത്രം ഇടാൻ പോകണ്ട, പത്രം വായിക്കാൻ പോകണ്ട, പാല് വായിക്കാൻ പോകണ്ട. പക്ഷെ എന്തിനാന്ന് അറിയത്തില്ല, രാവിലെ എഴുന്നേറ്റ് ആ റോഡിൽ കുത്തിയിരിക്കുന്നതാണ്. നമ്മൾ എന്ന് പോയാലും അവരെ കണ്ടിട്ട് പോയോ ആ പണി അച്ചിട്ട് കിട്ടും. അങ്ങനെ കിട്ടിയൊരു പണി ഉണ്ടായത് സെപ്റ്റംബർ 8. ഈ വണ്ടി ഇവനും എല്ലാം സാക്ഷിയാണ്. അത് സെപ്റ്റംബർ 8 സാക്ഷിയാണ്. അതേ സെയിം വണ്ടിയാണ് ഇത് വന്നേക്കുന്നത്. ഞാൻ ആദ്യം ഇവനെ കണ്ടപ്പോൾ തന്നെ ഞാൻ ചിരിച്ചത് അതുകൊണ്ടാണ്. സെപ്റ്റംബർ 8 എനിക്ക് ഒട്ടും മറക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പറയാം. രണ്ടാമത് അതൊരു ആൽബം കൊടുത്തു, ഓൾറെഡി ഒരു ആൽബം കൊടുത്തു കഴിഞ്ഞ് അടുത്ത ആൽബം കൊടുത്തുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ ആ വീഡിയോയുടെ കാര്യം ഞാൻ പറയാം. അപ്പം ഇന്നത്തെ വിശേഷം മൊത്തം എൻഗേജ്മെന്റ് ആണ്. പറ്റുന്ന അത്ര വിഷ്വൽസ് ഞാൻ കാണിക്കാം. ബാക്കി അവിടെ ചെന്നിട്ട് നമ്മൾ 10 മണിയോടുകൂടി ചന്ദനത്തോപ്പ് എത്തിയിരിക്കുകയാണ്. കുണ്ടറയിൽ നിന്ന് കുറച്ചുകൂടെ പോകണമായിരുന്നു. ചന്ദനത്തോപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ചന്ദനത്തോപ്പ് എത്തിരിക്കാൻ പതിവ് പോലെ നമ്മൾ തന്നെയാണ് ആദ്യം എത്തിയിരിക്കുന്നത്. ചെറുക്കൻ്റെ വീട്ടുകാരും പെണ്ണിൻ്റെ വീട്ടുകാരെല്ലാം നമ്മൾ സ്റ്റുഡിയോക്കാർ തന്നെയാണ് ആദ്യം എത്തിയിരിക്കുന്നത്. അതിൽ നമുക്ക് അഭിമാനിക്കാം. പട്ടാളക്കാരൻ്റെ അതിബുദ്ധി ഞാൻ കാണിച്ചു തരാം. പെട്ടെന്ന് സാധനം കയറ്റാൻ വേണ്ടിയിട്ട് സാധനം സെറ്റ് ചെയ്യാം. പക്ഷെ ഇവിടെ ഡോറില്ല അടച്ചിട്ടേക്ക്. ഇനി അപ്പുറം വഴിക്ക് ഇറങ്ങിപ്പോണം. നിന്റെ ഐഡിയ ആയിപ്പോയി. സ്റ്റേജ് ഡെക്കറേഷൻ. ഇതൊരു ഫോട്ടോഗ്രാഫർ ആട്ടോ, ലൈറ്റ് ബോയ് അല്ല, ഫോട്ടോഗ്രാഫർ തന്നെയാണ്. പക്ഷേ മുഖം കാണിക്കത്തില്ലെന്ന്. ശരിക്കും മുതലാളി കേട്ടോ. ഇതിൻ്റെ സ്റ്റുഡിയോയുടെ പേരെന്ന് പറഞ്ഞേ? എല്ലാവരും കല്യാണരാം സ്റ്റുഡിയോ ഫോളോ ചെയ്യണം കേട്ടോ. ഇൻസ്റ്റാഗ്രാമിലുണ്ട് പേജ്, ഞാൻ ലിങ്ക് ഇട്ടേക്കാം. അങ്ങനെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. തിരക്കുള്ളത് കൊണ്ടാണ് എനിക്ക് വ്ളോഗ് എടുക്കാൻ പറ്റാഞ്ഞ. അപ്പം എൻഗേജ്മെൻ്റ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ സിംഗിൾ എടുക്കാൻ വന്നിരിക്കുകയാണ് പെണ്ണിൻ്റെ. ചിരിച്ചോട് പുതിയ സബ്സ്ക്രൈബറെ കിട്ടി കേട്ടോ, 2 പേര്. ഇത് വേറെ, ഇത് ക്യാമറ ഫോട്ടോഗ്രാഫർ. ഗൈസ്, അപ്പം ഇതാണ് നമ്മുടെ ചെറുക്കൻ രാഹുൽ. കണ്ടു കാണുമെന്തോ ശിവനെ. ഗൈസ്, അപ്പം നമ്മളങ്ങനെ ഫോട്ടോസ് എല്ലാം കഴിഞ്ഞ് വൈൻഡപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നമ്മുടെ കൂട്ടത്തിലുള്ളൊരു ചേർക്കൻ തൊട്ടപ്പുറത്ത് വീട്ടിൽ ചെന്ന് ചോദിച്ചായിരുന്നു ഫോട്ടോ എടുത്തോട്ടെ. അവിടെ ഇൻ്റർലോക്കൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുത്തോട്ടെ എന്ന് നമ്മൾ ചോദിച്ചപ്പോൾ ഓക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ അതിൻ്റെ സൈഡ് വശം വന്നു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മോനെ ഒരു രക്ഷയില്ലാത്തൊരു ആംബിയൻസ് ആയത്. കാരണം ട്രഡീഷണലും മോഡേനും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ചെറിയൊരു തറവാട് പോലെ സെറ്റപ്പിലാണ് ആ വീട് പണിത് വെക്കുന്നത്. അപ്പോൾ അതിലൊരു പോർഷൻ മാത്രം ഞാൻ കാണിക്കുന്നുള്ളൂ ഇതിനകത്ത്. പിന്നെ അമ്പലത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങി നേരെ ഈ വീട്ടിലായിരുന്നു ഷൂട്ട് മൊത്തം. വീട്ടുകാരെ വിളിയാണ്. പക്ഷെ നമ്മൾ 2 പടം എടുത്തോട്ടെ, നല്ല പടം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നമ്മൾ പടം എടുത്തു. പക്ഷെ അവരും നല്ലതായിട്ട് കോപ്പറേറ്റ് ചെയ്തു കേട്ടോ. നല്ലപോലെ എല്ലാവരും, അവരുടെ ബന്ധുക്കാരായാലും എല്ലാവരും നല്ലപോലെ സഹകരിച്ചു. ഗൈസ്, അപ്പോൾ അങ്ങനെ 2:30 ആയപ്പോൾ നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ചെറുക്കനും പെണ്ണിനെ നമ്മൾ ഫോട്ടോ എടുത്ത് ഒരു വിധമാക്കി വെച്ചിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി? സൂപ്പറാണോ? അടിപൊളി എന്ന് പറയുന്ന വേറൊന്നും കൊണ്ടല്ല, അടുത്ത കല്യാണത്തിന് വരുമ്പം ഇതിലും കുറച്ച് ഫോട്ടോസ് എടുപ്പിക്കാൻ 4x4 ഫോട്ടോ എന്ന് പറഞ്ഞിട്ട്. അയ്യോ, വേറൊരു പണി കിട്ടി. നമ്മൾ തിരിച്ചു വന്നപ്പോഴേക്ക് ഓഡിറ്റോറിയം പൂട്ടിപ്പോയി. നമ്മുടെ ഫ്ലാഷും AD എല്ലാം അകത്തായിപ്പോയി. അകത്തിരിപ്പുണ്ട് സാധനം. പെട്ടു. വീണ്ടും പോസ്റ്റ്.
സാധനം ഇതിനകത്തിരിക്കുക. അവിടെ കൊടയും വടിയും എല്ലാം വർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? വർക്ക് അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പർ. മെയിലോ മെയ് മാസത്തിൽ കൊണ്ടുപോകാം. വർക്ക് എങ്ങനെ കൊഞ്ഞണം കുത്തി കാണി വർക്ക് എങ്ങനെ കൊഞ്ഞണം കുത്തി കാണിക്കുന്നത് പറഞ്ഞു ലൈവാ സൂപ്പറാണോ? ഇതുപോലൊരു സൂപ്പർ ഇല്ല. 2025 മെയ് കൊണ്ടുപോയാൽ മതി. 2025 മെയ് കൊണ്ടുപോയാൽ മതി ക്യാമറ ഇതൊക്കെ. ചെറുക്കനെ പെണ്ണിനെ പറ്റി ഒരു അഭിപ്രായം വരുന്നു. അടിപൊളി, സൂപ്പർ, മാർവലസ്. വർക്കൊക്കെ എങ്ങനെയുണ്ട്? പിന്നെ സൂപ്പർ. ഇപ്പൊ പറയത്തില്ല, അത് കട്ടിയതിനു ശേഷം പറയാനേ പറ്റും. പിന്നെ ഉണ്ണിയെ കണ്ടപ്പോൾ ഊരിലെ പഞ്ഞ അറിയാനുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ നോക്കട്ടെ ഫോട്ടോ. പഞ്ഞോ? ഞാൻ റിച്ച് ഫാമിലിയാ. റിച്ച് ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ, പൈസ അത്ര ഇല്ല. അപ്പം നമ്മൾ ലാസ്റ്റ് തുറന്നു, ഗേറ്റ് തുറന്നിട്ട് സാധനം എടുക്കാൻ പോകും. പെണ്ണിൻ്റെ പെണ്ണിൻ്റെ താങ്കൾ അടുത്ത വർക്കിന് മറ്റേ ലൈറ്റ് ബോയുടെ ജീവിതം എടുക്കാം. ഗൈസ്, അപ്പം നമ്മളങ്ങനെ വർക്ക് കഴിഞ്ഞ് പോകുമ്പോഴാണ് റോഡിൽ നല്ല തിരക്ക് കണ്ടത്. ബാൻഡ് സെറ്റിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ ആക്ച്വലി ഞാൻ വിചാരിച്ചത് പള്ളിയിലെ വല്ല റാസ വല്ലതും ആയിരിക്കും എന്നാണ്. പിന്നെയാണ് ഓർത്തത് ഇന്ന് ശിശുദിനമാണല്ലോ എന്ന്. അപ്പം സ്കൂളിലെ റാലിയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു NCC കൊച്ചിന് നാണമായിരുന്നു ക്യാമറ കണ്ടപ്പോൾ, അയ്യോ എന്ന് പറഞ്ഞ കളിയാക്കി. ഞാൻ പിന്നെ സുന്ദരനായിട്ട് പിന്നെ കുഴപ്പമില്ല, ഇനി അനുവിനായിരിക്കും നോക്കിയത് കേട്ടോ ആ കൊച്ച്. ഗൈസ്, അപ്പം നമ്മൾ നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ പോകുന്നതിന് മുന്നായിട്ട് നമ്മൾ കാർഡ് കോപ്പി ചെയ്യണം, അങ്ങനത്തെ കുറച്ച് പരിപാടിയുണ്ട്. അതിന് മുന്നായിട്ട് കുറച്ച് വെള്ളം കുടിക്കണം. എനിക്കാണ് ഒട്ടും വയ്യായിരുന്നു, ഗുളിയൊക്കെ കഴിച്ചിട്ടൊക്കെയാണ് പരിപാടി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം ക്യാമറ വീട്ടിൽ നിൽക്കുവാണെങ്കിൽ കൈക്ക് അത്യാവശ്യം ആരോഗ്യം, കൈക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് കൈ വിറയ്ക്കും. താലികെട്ട് കാണുമ്പോൾ ഇവൻ്റെ കൈ വിറയ്ക്കും. എത്ര വയസ്സാണ്? എനിക്ക് 28. സിംഗിളാണ്. സിംഗിൾ അല്ലേ? സിംഗിളാ. ഞാൻ ഈ കാറിൽ ഇരിക്കുന്ന ഞാൻ മാത്രമേ ഉള്ളൂ സിംഗിൾ. ഇവൻ കമ്മിറ്റഡ്. ഞാനും സിംഗിളാ. ആ കൊച്ചു കേൾക്കണം. ഗൈസ്, അപ്പം നമ്മളങ്ങനെ കട കണ്ടുപിടിച്ചിരിക്കുകയാണ്. നമ്മളൊരു ബേക്കറിയിൽ കയറി വെള്ളം കുടിക്കുകയാണ്. ഭയങ്കര ദാഹം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നല്ല വെയിലത്തിരുന്നായിരുന്നു വർക്ക്, നല്ല വെയിലായിരുന്നു, അതുകൊണ്ടാണ് ഭയങ്കര ദാഹമായത്. ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞ് വൈൻഡപ്പ് ചെയ്ത് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പോയ കാറിൻ്റെ കുറച്ച് വിഷ്വൽസ് എടുക്കാറുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ കൂടെ വന്നവരുടെയും നമ്മുടെയൊക്കെ സിംഗിൾ ഫോട്ടോസ് കുറച്ച് എടുക്കാറുണ്ട് എല്ലാ പ്രാവശ്യത്തെ വർക്ക് കഴിഞ്ഞിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര നോയ്സ് ആയിരിക്കും കേൾക്കുന്നത്. ഞാൻ അമ്പലത്തിൻ്റെ സൈഡിലാണ് നിൽക്കുന്നത്. അപ്പം വീഡിയോ ഇന്നത്തോടുകൂടി വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ആ മണിവെല്ലും കൂടെ അടിച്ചു പൊട്ടിച്ചേക്കുക. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.